ആക്രമണത്തിൽ തെക്കൻ ലബനനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഇസ്രായേൽ. സ്ഫോടനത്തിൽ കത്തുന്ന ഒരു കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. സിഡനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഷഹീന് നേരെ ആക്രമണമുണ്ടായത്. ഇറാന്റെ ഒത്താശയോടെ ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു. ആരോട് ചേർന്നിട്ടാണെങ്കിലും ഇസ്രായേലിനെതിരെ വരുന്ന ഒരു കരവും വെറുതെ വെക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ നീക്കം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്ത്. ജൂത കുടിയേറ്റക്കാർക്ക് 1000-ഓളം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ശ്രമം. ഇസ്രായേൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ദുരാഷ്ട്രവാദം ഉയർത്തുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ പീസ് നൗ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇഫ്രാത്ത് കുടിയേറ്റ ജനസംഖ്യ 40% വർദ്ധിപ്പിക്കും, പലസ്തീൻ നഗരമായ ബത്ലഹേമിന്റെ വികസനം തടയുമെന്ന ലക്ഷ്യങ്ങളിലാണ് ഈ പദ്ധതി എന്നാണ് ഇവരുടെ ആരോപണം. കരാർ നൽകുകയും അനുമതി നൽകുകയും ചെയ്യുന്നതോടെ വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമാകും എന്ന് പീസ് നൗ ഏജൻസിയുടെ കുടിയേറ്റ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംഘത്തിന്റെ തലവനായ ഹഗീദ് ഒഫ്രാൻ പറയുന്നു. എന്നാൽ കരാർ നൽകുന്നതിനും പെർമിറ്റ് അനുവദിക്കുന്നതിനും സമയമെടുക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമാണ് ഇസ്രായേൽ ജനത ആഗ്രഹിക്കുന്നത്. അതേസമയം സമാധാനവും വിട്ടുവീഴ്ചയ്ക്കുമുള്ള അവസരം ഇല്ലാതാക്കുന്ന നീക്കമാണ് നെതന്യാഹു സർക്കാർ നടത്തുന്നത് എന്നാണ് പീസ് നൗവിന്റെ ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നത്തിലെ ഭാവി ഗാസയുടെ ചിത്രങ്ങളും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അമ്പരചുംബികളായ ആഡംബര സൗധങ്ങളും ഹോളിഡേ റിസോർട്ടുകളും നിറയെ യാട്ടുകളും എല്ലാം ഇവിടെ ഉണ്ടാകും. കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സിനഗോഗും ഉണ്ടാകും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗാസയുടെ മഹത്വം വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഗാസയെ മധ്യപൂർവ്വദേശത്തെ റിവേരയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച സമയത്ത് വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോസഫ് പെൽസ്മാന്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം തയ്യാറാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാക്കൾക്ക് കഴിഞ്ഞ വർഷമാണ് ഇത് അയച്ചു കൊടുത്തിരുന്നത്. പുതിയ നഗര നിർമ്മാണത്തിനായി $500 ബില്യൺ ചിലവ് വരുമെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയവരുടെ റിപ്പോർട്ടിലുള്ളത്. ഗാസ 2035 എന്നാണ് ഈ പ്രോജക്ടിന്റെ പേര്. കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ 132 കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രോജക്റ്റിൽ വിശദമാക്കുന്നുണ്ട്. ഗാസയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇവിടെ ഓയിൽ റിഫൈനറികൾ വരും, സൗരോർജ്ജ പാടങ്ങൾ വരും. 2023 തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തിരുന്നതാണ്. ഇത് നെതന്യാഹു ആയിരിക്കാം ട്രംപിന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തത് എന്നതാണ് ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ട്രംപിന്റെ ടീമിനും പ്രോജക്ട് അയച്ചു കൊടുത്തിരുന്നു. ഗാസ മുനമ്പിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ നിലം പരിശായിരുന്നു. ഗാസയുടെ കിഴക്കൻ മേഖലയിലാണ് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് ജോസഫ് പെൽസ്മാനും സഹപ്രവർത്തകരും വ്യക്തമാക്കുന്നത്. വീടുകൾ പടിഞ്ഞാറൻ മേഖലയിലും നിർമ്മിക്കുന്നതാണ് ഉചിതം എന്നാണ് റിപ്പോർട്ട്. കാർഷിക മേഖലയ്ക്കാക്കിയും ഇവിടെ സ്ഥലമുണ്ട്. എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ ജനങ്ങളെ പൂർണ്ണമായി ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കണം. പദ്ധതി മിച്ച റിയൽ എസ്റ്റേറ്റ് സംരംഭമായിരിക്കും എന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ വളരെ കടുത്ത ഒരു ആരോപണമായി പലസ്തീൻ തടവുകാരുടെ സൊസൈറ്റിയും രംഗത്ത്. ഇസ്രായേൽ അധിനിവേശ അധികാരികൾ ഒരു പലസ്തീൻ കുട്ടിക്ക് 18 വർഷം തടവും സാമ്പത്തിക പിഴയും വിധിച്ചുവെന്നാണ് പലസ്തീൻ തടവുകാരുടെ സൊസൈറ്റി അറിയിക്കുന്നത്. ഞായറാഴ്ച ജെറുസലേം ജില്ലാ കോടതി 15 വയസ്സുള്ള മുഹമ്മദ് ബാസൽ അൽ സലബാനിക്ക് 18 വർഷം തടവും $83,333 പിഴയും വിധിച്ചു. 2023 ഫെബ്രുവരി 13 അധിനിവേശ ജെറുസലേമിലെ ഷുവാഫത്ത് അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിൽ ഒരു ബസ്സിനുള്ളിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ സേന അൽ സലബാനിയെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു സൈനികന്റെ വെടിയേറ്റ് ഒരു ഇസ്രായേലി സൈനികന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റമാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുത്തേറ്റ് കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന അൽ സലബാനിക്ക് നേരെ സൈനികൻ വെടിയുതിർക്കുകയായിരുന്നു. എന്നാലും വെടിയുണ്ട സൈനികനിൽ തട്ടി അയാൾ മരിച്ചു. ഞായറാഴ്ചത്തെ കോടതി വിചാരണയ്ക്കിടെ സൈനികന്റെ സഹോദരൻ അൽ സലബാനിയുടെ അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ള കുടുംബത്തെ അധിക്ഷേപിക്കുകയും അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തതായി വാദി ഹിൽവേ ഇൻഫർമേഷൻ സെന്റർ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ അൽ സലബാനിയുടെ പിതാവിനെ കോടതി മുറിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.